അതിപ്പോ ഇനിയിപ്പോ പറയുമ്പോ മാളവികേനെ നോക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ കണ്ണട വെച്ചത് എന്നൊക്കെ പറയാം. ശരിക്കും അതിനു വേണ്ടിയല്ല വെച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങളും നടക്കും എന്നുള്ളതൊരു സത്യമാണ്. എന്റെ കർത്താവ് ശംശയായേ ഇങ്ങനെയുണ്ട് ഒരു ആക്രാന്തം. നോക്കിയേ, എന്റെ മനസ്സിൽ വേണ്ടാത്ത ഒരൊറ്റ ദുരിതാശങ്ങളും ഇല്ല. ഞാൻ വളരെ മാന്യനാണ്, പരിശുദ്ധനാണ്. ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാട് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിക്കില്ല. ഇട്ടിപ്പെട്ട് സാധനം വളഞ്ഞത് തന്നെ. ഭ്രാന്തളകിയ വിത്ത് കളയെ പോലെ. ഈശ്വര, എന്റെ കൺട്രോൾ തെറ്റിക്കല്ലേ. ഇത് അഡ്ജസ്റ്റ്മെന്റ് കിട്ടാത്ത മുന്തിരിങ്ങ പുള്ളിക്കും. തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശവും പരാക്രമം ഉണ്ടല്ലോ, അത് ഇന്നോട് അവസാനിപ്പിച്ചോണം. ഇല്ലെങ്കിൽ കൂടും കുടുക്കെടുത്ത് ഞാൻ കോടമാകത്തോട് പറഞ്ഞേക്കും. പോയിക്കണം തുറങ്ങണം. ഇനിയിപ്പോ പറയും ഈ വീഡിയോയിൽ വരുമ്പോ മാളവികേനെ നോക്കാൻ വേണ്ടിയായിരിക്കും ഞാൻ കണ്ണട വെച്ചത്. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. മനസ്സിലായില്ല, മനസ്സിലാക്കി തരാം. പാട്ടി കഴുകണ മോനെ, കൂത്തി കോടലുമാല ഞാൻ പുറത്തെടുക്കും. ഭയങ്കരൻ ബുദ്ധി തന്നെ. ഇവനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താ? എനിക്ക് കൺട്രോൾ തരണേ ഭഗവതി. ഈ മാമച്ചനൊരു സംഭവം തന്നെ ഏട്ടാ. ഞാനൊരു ജോക്ക് കാച്ചിയതല്ലേ ഏട്ടാ. അണി റോസും അന്നാരാജനൊക്കെ വന്നപ്പോ എവിടെ വേണമെങ്കിലും നോക്കാലോ, ഇതിന്റെ ഉള്ളിൽ വിവരക്കേട് തന്റെ കൂടപ്പുറപ്പാ. വെറുതെ വേണ്ട, ഇനിയും എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. എവിടെ വേണമെങ്കിലും നോക്കാലോ, കണ്ണുകൾ എങ്ങോട്ട് പോകുന്നു എന്ന് അറിയില്ല. ഇതേതാണ്ട് എലിക്കണിയിൽ സുന വെട്ടതുപോലെ. എപ്പോ സുന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ പറ്റില്ലല്ലോ. അതിന് എന്നോട് ചൂടാവണ എന്തിനാ? ഒന്നിറങ്ങി കാശ് മുതലാക്കണ്ടേ? ഇവനൊക്കെ ജനിച്ചതിന് ഇതിനു വേണ്ടിയാണെന്ന് തോന്നുന്നു. തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ നാട്ടുകാരനാണെന്ന് ഞാൻ നോക്കിയില്ല.